വേറൊന്നുമില്ല. ഇത് ബേസിക്കലി നമ്മളുടെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നത്. വി ആർ ഫ്രം ഈസി ലിങ്ക് അക്കാഡമി. നമുക്ക് ഹെഡ് ഓഫീസ് വരുന്നത് തൃശ്ശൂരാണ്. അക്രോസ് കേരള, തമിഴ്നാട് ഒക്കെ നമുക്ക് ഓഫീസസ് ഉണ്ട്. 8 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾക്കുള്ള കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യവും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം അർജുൻ. ഓക്കെ, എൻ്റെ സ്ഥലം ആലുവയാണ്. അപ്പോൾ ഞാനൊരു സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാവുമായിരിക്കും അല്ലേ? ഉച്ച കഴിഞ്ഞിട്ട് ഇത്രയും പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഓഡിയൻസിനെ കുറേ നാളായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെക്കുറിച്ച് പറഞ്ഞാണ്. യെസ്, താങ്ക് യു. സീരിയസ്ലി. ഓഹോ, അല്ല ശരിക്കും പറഞ്ഞതാണ്. ശരിക്കും ലിസൺ. ഒരു കാര്യം, നിങ്ങൾക്ക് ഈ സെമിനാർ കഴിയുന്നത് വരെ, ഈ പ്രസൻറ്റേഷൻ കഴിയുന്നവരെ സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നോട് തമ്മിൽ സംസാരിക്കണ്ട. ഓക്കെ, എന്തുണ്ടെങ്കിലും പറയാം. നമ്മളുടെ സെഷൻസിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ്, there are no stupid questions and there are no stupid answers. മനസ്സിലായോ? നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം പൊട്ടത്തരമായി പോകുമെന്ന് വിചാരിച്ചിട്ട് ചോദിക്കാതിരിക്കരുത്. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽസും യുണീക്കാണ്. നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ നമുക്കൊരു ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തന്നേനെ. അത് നിങ്ങൾ ഓരോരുത്തരും യുണീക്കാണ്. നമ്മൾ ഇരിക്കുന്നൊരു 100 പേരുണ്ടെങ്കിൽ 100 പേരും യുണീക്കാണെന്നും യുണീക്ക് ക്യാരക്ടറുള്ള യുണീക്ക് ഇൻഡിവിജ്വൽസാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ ആളുകളുടെയും പെർസെപ്ഷൻ ഡിഫറെൻ്റ് ആണ്, ഓരോ ആളുകളുടെയും പ്രോസസ്സിങ് ഡിഫറെൻ്റ് ആണ്, ഓരോ ആളുടെയും ഡെലിവറി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ആരെയും വെച്ച് കമ്പയർ ചെയ്യാൻ ഒന്നും പറ്റില്ല. ഈ നിൽക്കുന്ന ഞാൻ പോലും എല്ലാം അറിയാവുന്ന ആളൊന്നുമല്ല. നിങ്ങൾ ചോദിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാം ഫൈനലിയേഴ്സ് ആണോ? അല്ല, ഫൈനലിയേഴ്സ് ആവുമല്ല. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്ലാൻ? വാട്ട് നെക്സ്റ്റ്? നിങ്ങളുടെ കാര്യം ചോദിച്ചത്. എല്ലാവരും തോന്നുന്നു നിന്നെന്താ പരിപാടിയെന്ന്. എന്താ പ്ലാൻ? എന്താ? ജോലി അല്ലേ ഒന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കും. എന്ത്? ഹയർ സ്റ്റഡീസ്. വെരി ഗുഡ്. പിന്നെ യൂട്യൂബറാണോ? യൂട്യൂബർ, ഇൻഫ്ലുവൻസേഴ്സ്, എന്തും ആയിക്കോട്ടെ. എന്തുകൊണ്ട് നിങ്ങൾ എൻജിനീയറിംഗ് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങളിൽ ഒരു പകുതി കൂടുതൽ കുട്ടികൾ പറയാൻ പോകുന്ന ഉത്തരം എന്താണ്? എക്സാക്ട്ലി, വീട്ടുകാർ തള്ളിയിട്ടല്ലേ? അല്ലെങ്കിൽ അല്ലാത്തവരുണ്ട്. അത് വരെ പകുതി എന്ന് പറഞ്ഞത്. കുറേ കുട്ടികളുണ്ട് വീട്ടുകാരുടെയോ നാട്ടുകാരുടെയോ കുടുംബക്കാരുടെയോ ഫ്രണ്ട്സിൻ്റെയോ പുഷ് കൊണ്ട് വന്ന് ജോയിൻ ചെയ്ത കുട്ടികളുണ്ട്. ഇതുപോലെ മറ്റൊരാളുടെ ഡിസിഷൻ കൊണ്ടായി പോകരുത് നിങ്ങൾ നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എവ്രി വൺ ഈസ് യുണീക്ക്. എല്ലാ ആളുകളുടെയും ഇൻട്രസ്റ്റ് ഡിഫറെൻ്റ് ആണ്, സ്കിൽസും ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് കണ്ടോ സ്കിൽ വേഴ്സസ് ഇൻട്രസ്റ്റ് എന്നുള്ളത്? പറഞ്ഞു വരികയാണ്. ഓരോ ആളുകളും, നിങ്ങളിപ്പോൾ കരിയർ ആണെങ്കിലും, കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിക്സ് കഴിഞ്ഞിട്ട് ഏൺ ചെയ്ത് തുടങ്ങില്ലേ? നിങ്ങൾക്ക് പൈസ കിട്ടി തുടങ്ങുന്നത് എന്നാണോ അന്ന് തൊട്ട് നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യണം. അത് നേരത്തെ പറഞ്ഞ ജോലിയാവാം, ബിസിനസ് ആവാം, സർവീസ് ആവാം, ഈ പറഞ്ഞ ഏതും ആവാം, ഫൈൻ ആർട്സ് ആവാം, ഏത് ഇൻഡസ്ട്രിയിൽ നിന്നും ആവാം, ഏത് കാറ്റഗറിയിൽ നിന്നും ആവാം. കരിയർ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെ ചൂസ് ചെയ്താൽ പിന്നെ അങ്ങോട്ടുള്ള ലൈഫ് ഭയങ്കര മോശമായിരിക്കും. നിങ്ങളുടെ ഇൻട്രസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കരുത്. നിങ്ങളുടെ സ്കില്ലും ഇൻട്രസ്റ്റും തമ്മിൽ ഒരു സിങ്ക് വേണം. നമ്മൾ കുട്ടികൾക്ക് എല്ലാം പറ്റുന്നതാണ്. സോ മാക്സിമം കിട്ടുന്ന ചാൻസ് ഉണ്ടെങ്കിൽ പഠിക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ചൂസ് ചെയ്യുന്ന സമയത്ത് അത് ഏതും ആയിക്കോട്ടെ, MS എന്തും ആയിക്കോട്ടെ, ഏത് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, കേരളത്തിലാണെങ്കിലും ഇന്ത്യയിൽ എബ്രോഡ്, ഔട്ട് ഓഫ് സ്റ്റേറ്റ്, എന്താണെങ്കിലും ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ചൂസ് ചെയ്യാം. നിങ്ങൾ നാളെ എടുക്കാൻ പോകുന്ന തീരുമാനം നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കും എന്നുള്ളതാണ്. സോ മറ്റുള്ള ആളുകളുടെ പുഷ് കൊണ്ടോ അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ ആവരുത് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം, നിങ്ങളുടെ സ്കിൽ എന്താണോ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ, അത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യുക. ഏതും ആയിക്കോട്ടെ. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് പോയിന്റ്, SWOT അനാലിസിസ്. കേട്ടോ?
സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്സ് അല്ലേ? വലിയ വലിയ MNCs ഒക്കെ പുതിയ പ്രൊഡക്ട്സ് മറ്റേ മാർക്കറ്റിലേക്ക് ഇറക്കുന്ന സമയത്ത് അവർ ചെയ്യുന്നൊരു സാധനമാണ്. അവരുടെ പ്രോഡക്റ്റിൻ്റെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ പ്രോഡക്റ്റിൻ്റെ വീക്ക്നെസ് എന്താണ്, മാർക്കറ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അവർക്കുള്ള ഭീഷണി എന്താണെന്നൊക്കെ. ഇത് നമുക്ക് സെൽഫ് അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയണം നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്നുള്ളത്. നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വൈഡാണ്. കേരളത്തിൽ തന്നെ വൈഡായിട്ട് കിടക്കുകയാണ്, ഇന്ത്യയിലും വൈഡായിട്ട് കിടക്കുകയാണ്, പുറത്തേക്ക് പോയാൽ അതിഭീകരമായിട്ടുള്ള വൈഡായിട്ട് കിടക്കുകയാണ്. പിന്നെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് അൺഎംപ്ലോയ്മെന്റ് എന്നാണ് നമ്മുടെയൊക്കെ ഇടയിൽ പറയപ്പെടുന്നത്. അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവിടെ. എന്താണ് ഡിഫറൻസ്? എന്താണ് അൺഎംപ്ലോയ്മെന്റ്, എന്താണ് അണ്ടർ എംപ്ലോയ്മെന്റ്? അതിനകത്ത് ഡെഫിനേഷൻ ഇല്ല, അറിയാവുന്നതിന് പറ. അൺഎംപ്ലോയ്മെന്റ് എന്താണ്? തൊഴിലില്ലായ്മ. എന്താണ് അണ്ടർ എംപ്ലോയ്മെന്റ്? റീൽസ് കാണുന്ന പോലെ എല്ലാവരും ഒരുമിച്ച് പറ. അതായത് നിങ്ങൾക്ക് ഉള്ള ഗ്രാജുവേഷൻ അനുസരിച്ചിട്ടുള്ള ജോലി ഇല്ലാത്ത അവസ്ഥ. അതായത് ഒരു ബിടെക് പഠിച്ച് പാസ്സായ ഒരു മോനോ മോളോ ജോലി ചെയ്യുന്നത് +2കാരൻ്റെ ആയിരിക്കും. അതാണ് ഇന്ത്യയിലുള്ളത് കൂടുതൽ. എംപ്ലോയ്മെന്റ് ഉണ്ട് കേട്ടോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല ലെവലുള്ള എംപ്ലോയ്മെന്റ് ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ ചോദ്യം, ഒരു വർഷം ലക്ഷക്കണക്കിന് കുട്ടികളാണ് ബിടെക് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലേ? ആർട്സ് ആൻഡ് സയൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു 2-2.25 ലക്ഷത്തോളം കുട്ടികൾ ഒരു വർഷം കേരളത്തിൽ ഇറങ്ങുന്നുണ്ട്. ബിടെക് വേറെ, ITI ഡിപ്ലോമ വേറെ, ആഡ് ഓൺ കോഴ്സ് ചെയ്ത് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേറെ. ഒരു കമ്പനി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്റർവ്യൂവിന് ചോദിക്കുകയാണ്, വൈ ഷുഡ് ഐ ഹയർ യു? എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ എടുക്കണം? ഡു യു ഹാവ് ദ ആൻസർ? ഞാൻ അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല ചോദിച്ചത്. ആൻസർ ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഇതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ല സ്റ്റഫല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ല സ്കിൽസ് ഉണ്ട് നമുക്ക്. പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഏരിയ മേ ബി നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് കുറവായിരിക്കും. അപ്പം എന്താ ചെയ്യണ്ടേ? എവിടെയാണോ നമ്മൾ ആവശ്യമുള്ളത്, നമ്മളുടെ ഇഷ്ടം എവിടെയാണോ കിടക്കുന്നത്, ആ ഇഷ്ടം എവിടെയാണോ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്, അത് ചൂസ് ചെയ്തിട്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ പോയിട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ ബേസിക്കലി. കരിയർ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്കിൽ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റീവാണോ ഒബ്ജക്റ്റീവാണോ? എന്താണ്? സബ്ജക്റ്റീവാണ് അല്ലേ? ഓരോ ആളുകളും ഡിഫറെൻ്റ് ആണ്. അതിനെ ബേസ് ചെയ്ത് ചൂസ് ചെയ്യണം. അവിടെ നിങ്ങൾക്കൊരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് കുറച്ച് വർഷങ്ങളായിരിക്കും. ഈ പറയുന്ന പോലെ 10 വർഷം 12 വർഷം കഴിയുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് വി ആർ ഓൺ ദ റോങ് ട്രാക്ക്. എങ്ങും എത്തിയിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല. എന്ത് ചെയ്യും? ഇതുപോലെ നിങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞു പോയി ഒരു 10-15 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേ അന്ന് വന്നൊരു മുട്ടത്തലയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു അന്ന് മനസ്സിലാക്കുന്ന കുളത്തിലായി പോകരുത്. ഇന്നേ ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലേ? ഉണ്ട്. നമ്മളിവിടെ വരുന്ന, അതായത് എബ്രോഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ പോകുന്ന പോലെയല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഇൻ കേസ് നിങ്ങൾ ഹയർ സ്റ്റഡീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, എബ്രോഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്ന തടസ്സങ്ങൾ? അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഇന്ന കാരണമുള്ളതുകൊണ്ട് എനിക്ക് പോകാൻ സാധ്യത കുറവാണ് കേട്ടോ എന്ന് നിങ്ങളെ മനസ്സിൽ തോന്നുന്ന കാര്യം ഒന്ന് പറഞ്ഞേ. ഫിനാൻസ്, പിന്നെ ഇംഗ്ലീഷ് അല്ലേ, ലാംഗ്വേജ്, എക്സ്പീരിയൻസ്, ഓക്കെ, പിന്നെ എന്ത്? ലൈഫ് സ്റ്റൈൽ, ഓക്കെ, പിന്നെ കൾച്ചർ, പിന്നെ വെരി ഗുഡ്, വെരി ഗുഡ്, പിന്നെ കൊള്ളാട്ട പിള്ളേര്. ആ പറ, ഇത്രയുള്ള ഇതൊക്കെ പോരെ സാർ, 5 പറഞ്ഞില്ലേ? ഫിനാൻസ് എല്ലാവരും മുഴുവൻ വലിയ കൺസേൺ ആണ് അല്ലേ? എല്ലാവരുടെ കയ്യിലും നിങ്ങൾ പൈസ എടുത്ത് വെച്ചിരിക്കില്ല, നമുക്കറിയാം. മിക്കവാറും കുട്ടികൾ പോകുന്നത് എന്തെടുത്തിട്ടാണ്? ലോൺ എടുത്തിട്ടാണ്. കേരളത്തിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, നിങ്ങൾ കൊളാറ്റർ കൊണ്ടുപോയി വെക്കണം. വീടിൻ്റെ ആധാരം അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് വെച്ചാലാണ് ബാങ്കിൽ നിന്ന് എന്ത് തരുള്ളൂ? ലോൺ തരുള്ളൂ. 2 വർഷം മുമ്പേ ഈ ഒരു പരിപാടി തമിഴ്നാട്ടിൽ നിർത്തിയിട്ടുണ്ട്.
ഒരു 6 മാസം മുമ്പ് കേരളത്തെ നിർത്തി തുടങ്ങി. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെയോ പറമ്പിൻ്റെയോ ആധാരം കൊണ്ട് ബാങ്കിൽ കൊടുക്കണ്ട, നിങ്ങൾക്ക് ലോൺ അവർ തരും. എങ്ങനെ? ഞങ്ങൾ ഓഫർ ചെയ്യുന്ന നല്ല റാങ്കുള്ള യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്റർ കൊണ്ട് കാണിച്ചാൽ നിങ്ങൾക്ക് അപ്പം ലോൺ കിട്ടും. IIM കേട്ടിട്ടില്ലേ? IIMൽ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒന്നും വയ്ക്കാതെ നമ്മുടെ കേരളത്തിൽ ലോൺ കൊടുക്കും. ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് കാണുക. കൾച്ചറെ കുറിച്ച് പറയാൻ ഞാൻ എപ്പോഴും കൾച്ചേഴ്സിനെ കുറിച്ച് പറയാൻ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഞാൻ ആലുവയാണ്, അദ്ദേഹം കോട്ടയമാണ്. നമ്മൾ ഈ കൊച്ചു പാവയ്ക്ക ഷേപ്പുള്ള കേരളത്തിൽ പോലും ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഉണ്ടല്ലേ. ചെറിയൊരു എക്സാമ്പിൾ പറയാം. ആലുവയിലൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി അതിൻ്റെ അകത്ത് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് സവാള അരിഞ്ഞിട്ടിട്ട് പച്ചക്കറി അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കുന്നതിന് ഇവിടെ എന്താ പറയണേ? മെഴുക്ക് പുരട്ടി എന്ന് പറയും അല്ലേ. ഞങ്ങളവിടെ എന്താ പറയണെന്ന് അറിയാമോ? ഓലത്ത്. നിങ്ങളുടെ അടുത്ത് നിന്നിട്ട് ഉച്ചയ്ക്ക് എന്താ ഓലത്ത് വെച്ചാൽ അപ്പം അടി കിട്ടും അല്ലേ. ഇവിടെ ഓലത്ത് എന്ന് പറയുന്ന ഒരു ഒഫെൻസീവ് ആയിട്ടുള്ള വേർഡാണല്ലേ. ഞങ്ങൾക്ക് അവിടെ കഴിക്കുന്നൊരു ഭക്ഷണമാണ്. ഇവിടെ വളിപ്പെന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ചളിയാണോ ഇവിടെ? ആണാ? എന്നാൽ വളിപ്പ് കോട്ടയത്ത് കുറച്ച് ഏരിയസിലൊക്കെ വളിപ്പെന്ന് പറയുന്നത് തമാശയാണ്, കോമഡീനെയാണ് വളിപ്പെന്ന് പറയണേ. അല്ല, കേട്ടിട്ടുണ്ടോ? യെസ്. ആലപ്പുഴ കോട്ടയം ഭാഗത്തൊക്കെ വളിപ്പെന്ന് പറയുന്നത് തമാശ, നോർമൽ നല്ല കോമഡീനെ വളിപ്പെന്ന് പറയും. ഞാനിവിടെ സെയിൻറ്റ് കിറ്റ്സ് കോളേജിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയി. ഒരു 1.5-2 മണിക്കൂർ അടിച്ചു പൊളിച്ച് ക്ലാസ്സൊക്കെ എടുത്തു. 550 കുട്ടികളിൽ നിന്ന് നിരന്നിരിക്കുകയാണ് ഒരു ആംഫി തിയേറ്ററിലൊക്കെ. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു കൂട്ട് ഓടി വന്നിട്ട്, സാറേ നല്ല വളിപ്പാട്ടോ. ഇത്രയും കഷ്ടപ്പെട്ട് ക്ലാസ് എടുത്തിട്ട് എൻ്റെ പൊന്നുമോൻ എന്ത് വർത്തമാനം മോനി പറയണേന്ന് ചോദിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായത്. അപ്പോഴാണ് പുള്ളി പറയുന്നത്, സാറേ ഇവിടെ വളിപ്പെന്ന് പറഞ്ഞാൽ തമാശയാണ്, ഞങ്ങൾക്ക് വളിപ്പെന്ന് പറഞ്ഞാൽ ചളിയാണ് ആലുവക്കാർക്ക് അല്ലേ എന്നത്. ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഔട്ട് ഓഫ് സ്റ്റേറ്റ്, ഔട്ട് ഓഫ് കൺട്രി വരുമ്പോൾ നിങ്ങൾ എത്രത്തോളം ആളുകളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ. എല്ലാവരും ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് കൊണ്ടും കൊടുത്തും വളർന്നിട്ടുള്ളതാണ്. സോ അതിന് നമ്മളുടെ ഒരു ലേണിങ്സ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എല്ലാം ദി ബെസ്റ്റ് ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ മറ്റുള്ളവരുടെ വീഴ്ചയിൽ നിന്ന് നമ്മൾക്കും ലെസൺസ് പഠിക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പുറത്തൊരാൾക്കൊരു കാര്യം പറ്റുമ്പോൾ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. 2 തരത്തിലുള്ള ലേണിങ്സ് ഉണ്ട്. ഒന്ന് നല്ലതും പഠിക്കാം, ഒന്ന് അതുപോലെ നമുക്ക് ഫോളോ ചെയ്യാതിരിക്കാനും പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ കരിയർ ഗൈഡൻസും ക്ലാസ്സുകളും വരുമ്പോൾ നമ്മൾ മേജർലി അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ നിങ്ങൾ മെയിനായിട്ടും നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇതുവരെ ആരും ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിന്തിക്കുക. പക്ഷേ അതിലേക്ക് കുറച്ചും കൂടി നമ്മൾ ഇൻപുട്ടായിട്ട് തരികയാണ്. ലൈക്ക് ഇപ്പം നേരത്തെ ഹാഷിം പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും ഒരുപാട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആരും മോശമല്ല. അതായത് ആര് ചോദിച്ചാലും പറയും ലോജിക്കൽ തിങ്കിങ് ഏറ്റവും കൂടുതലുള്ളവരാണ്, അല്ലെങ്കിൽ ഇറർ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിവുള്ളവരാണ് എഞ്ചിനീയേഴ്സ്. ഞാൻ ലൈഫിൽ എന്തായി തീരണം, അല്ലെങ്കിൽ എൻ്റെ കരിയർ എങ്ങനെയായിരിക്കണം. സോ നമ്മളിപ്പം കെമിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ എന്താ പറയുക മെക്കാനിക്കലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് മോഡ്യൂൾസ് പഠിച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കുക എനിക്ക് അതിൽ നിന്നും എവിടേക്കൊക്കെ പോകാനായിട്ട് പറ്റും. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കോർ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ ഇല്ലേ. മെക്കാനിക്കൽ ഉണ്ട്, മെക്കാനിക്കൽ ഡിസൈനിങ് ഉണ്ട്, ഓട്ടോമോട്ടീവ് ഉണ്ട്, ഓട്ടോമൊബൈൽ ഓപ്ഷൻസ് ഉണ്ട്, EV വെഹിക്കിൾ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ ഇതിന് എനിക്ക് എവിടെയെല്ലാമാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. കെമിക്കൽ എഞ്ചിനീയർ നേരത്തെ പ്രീ ഫൈനൽ ഇയേഴ്സ് ഞാൻ മോളുടെ പേര് ചോദിക്കാൻ പറഞ്ഞു, പക്ഷേ ആൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു എനിക്ക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലേക്ക് പോവാം, ഫയർ ആൻഡ് സേഫ്റ്റി പോവാം. അപ്പം അങ്ങനത്തെ കുറച്ചെങ്കിലും നമ്മൾക്ക് ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം. നമ്മൾ ഒരുപാട് അതായത് യങ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കുറ്റം പറയുന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ണെടുക്കില്ല എന്നുള്ളത് അല്ലേ. പക്ഷേ ഏറ്റവും കാരണം വെച്ചാൽ IT ഇപ്പം എന്താ പറയുക ഏറ്റവും കൂടുതൽ കാരണം നമ്മൾക്ക് എല്ലാ ഇൻഫോർമേഷൻസും കിട്ടുന്നത് നമ്മളുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോണിൽ നിന്നാണ്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങളാരെങ്കിലും നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഇൻസ്റ്റയാണെങ്കിലും ലിങ്ക്ഡിൻ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് എപ്പോഴെങ്കിലും എന്താണ് എൻ്റെ കരിയർ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഈ ഓപ്ഷൻസ് എല്ലാം അതിലും അവൈലബിൾ അല്ലേ. എത്ര പേരുടെ നമ്മൾക്ക് ഓപ്ഷൻസ് കിട്ടും, എത്ര കരിയർ. നമ്മൾ ഇത് എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നതിന് പകരം യെസ് ഐ നോ ദിസ് എന്ന് നമുക്ക് പറയാൻ ശ്രമിച്ചുകൂടെ? കാരണം എല്ലാവർക്കും നമ്മളിപ്പം എന്താ പറയുക എന്തെങ്കിലും ഒരു കാര്യം സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ ChatGPT തുറന്നിട്ട് നോക്കും ഇല്ലേ. എത്തിയിട്ടില്ലേ എവിടേക്കൊക്കെ? എവിടെയൊക്കെ ChatGPT ആയിട്ടില്ലേ. നമ്മളെങ്ങനെയാണ് അസൈൻമെൻറ്റ്സും പ്രൊജക്ട്സും ഒക്കെ ചെയ്യണേ?
ChatGPT തന്നെയല്ലേ ഇതിങ്ങനെ പറയുമ്പോൾ ഇതിന്റെ അപ്പുറത്ത് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒരെനദർ, അതല്ലെങ്കിൽ റീഫ്രെയിം, അല്ലെങ്കിൽ ബെറ്റർ ഇംഗ്ലീഷ്, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ അസൈൻമെന്റ്സും കേസ് സ്റ്റഡീസും ഒക്കെ ചെയ്യുന്നേ. അപ്പൊ അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആളും പറയും കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി കെമിക്കൽ എഞ്ചിനീയേഴ്സ്, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, അയർലൻഡ് വിൽ ബി ദ ഓപ്ഷൻ. വൈ? കേട്ടിട്ടുണ്ടോ അയർലൻഡ് എന്നുള്ള രാജ്യത്തിനെ കുറിച്ച്? അയർലൻഡ് എന്ന് പറഞ്ഞാൽ UK നിന്നും സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. വളരെ കുഞ്ഞു രാജ്യമാണ്. ഏകദേശം 48 lakhs പോപ്പുലേഷനെ ആ രാജ്യത്തുള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും IT കമ്പനീസും ഉള്ളത് അയർലൻഡിലാണ്. അത് പിന്നെ അവരുടെ ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ലിവിങ് കൾച്ചറും ഉണ്ട്. ഏജ്ഡ് ആയിട്ടുള്ള പീപ്പിളാണ് ഏറ്റവും കൂടുതലുള്ളത്. സോ ദേ നീഡ് യങ്സ്റ്റേഴ്സ്. അതുകൊണ്ടൊക്കെയാണ് ഈ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഇത്രയും ബൂം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ നിന്നും, കാരണം ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളാരും ബ്രില്യൻ്റ്? കാരണം വെച്ചാൽ നിങ്ങളുടെ 10th സ്കോർ ഏതൊരു മെക്കാനിക്കൽ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിനോട് ചോദിച്ചാലും 10th ഒന്നില്ലെങ്കിൽ എല്ലാത്തിലും O അല്ലേ, 12th ഒരു 84-90% മാർക്ക്. അത് കഴിഞ്ഞ് നമ്മളെങ്ങനെയാ ഇത്രയും നല്ല രീതിയിൽ ബാക്ക്ലോഗ് ഒക്കെ മേടിക്കാൻ പറ്റണേ? മീൻസ് നമ്മളുടെ ഇൻട്രസ്റ്റ് കുറയുന്നത് അല്ലേ. സോ അതിനെ മനസ്സിലാക്കിയിട്ട് നിങ്ങളിപ്പം യെസ് ഐ ഹാവ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആഡ് സംതിങ് വിത്ത് ഇറ്റ്. അതിൻ്റെ കൂടെ മാനേജ്മെന്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലോട്ട് പോകാൻ പറ്റും. അറിയോ? ഓട്ടോമേഷൻ, റോബോട്ടിക്സ്, ദർ ആർ ഓപ്ഷൻസ്. അങ്ങനെ നമ്മളുടെ കറണ്ട് സ്കിൽ എന്താണോ അതിൻ്റെ കൂടെ അഡീഷണലി ഒരു എക്സ്ട്രാ ഒരു ഫാക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരിയറിനെ നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിരുന്നത് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ. നമ്മൾ പരീക്ഷയുടെ ദിവസമൊക്കെയാണ് തല കുത്തിയിരുന്ന് പഠിക്കുക അല്ലേ, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 5 yearsൻ്റെ ഒക്കെ എക്സാം പേപ്പേഴ്സ് ഇങ്ങനെ റെഫർ ചെയ്ത് പഠിക്കുന്ന സമയം അല്ലേ, പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ്റെ പാറ്റേൺ. അതുപോലെ തന്നെ പക്ഷേ പുറം നാടുകളിൽ എങ്ങനെയാണെങ്കിൽ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദേ ആർ മോർ ഇൻ ടു പ്രാക്ടിക്കൽ, ലൈക്ക് കേസ് സ്റ്റഡീസ്, അസൈൻമെൻറ്റ്സ്, പ്രൊജക്ട് വർക്ക്സ്. സംടൈംസ് ചില പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് കമ്പനികളുടെ ലാബിൽ തന്നെ ലൈവ് പ്രൊജക്ട്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ ഓൺലി 30-35% മാത്രമേ നിങ്ങൾക്ക് തിയറി പോർഷൻസ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇതുപോലെ അസൈൻമെന്റ്സും കാര്യങ്ങളുമാണ്. അതാണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ദെൻ അനദർ അട്രാക്റ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദി പ്രോഗ്രാംസ് റൺ ബൈ ദി ഇങ്ങനെ കമ്പനീസിൻ്റെ എന്താ പറയുക CEOs, HODs ഇവരൊക്കെയാണ് നിങ്ങൾക്ക് ഫാക്കൾട്ടീസ് ആയിട്ട് വരുന്നത്. ഫ്ലൈയിങ് ഫാക്കൾട്ടീസ്. അവിടെയുള്ള സീനിയേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടന്മാരോ പരിചയക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇങ്ങനെ അവിടുത്തെ സ്റ്റാഫുകളായിട്ട് വരുന്നത് പല കമ്പനികളുടെയും സീനിയർ ലെവലിലുള്ളവരാണ്. വിച്ച് മീൻസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെ കറണ്ട് ഇൻഡസ്ട്രി ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലൊരു ക്യാമ്പസ് ടു കോർപ്പറേറ്റ് ജർക്ക് ആ ഫീല് അവിടെ ഉണ്ടായിരിക്കത്തില്ല. വൈ? ബിക്കോസ് അവർക്കറിയാം എങ്ങനെയാണ് നിങ്ങളെ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് എക്യുപ്പൈ ചെയ്യേണ്ടത് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജ്. UK പറഞ്ഞു 1 year ആണ് മാസ്റ്റേഴ്സ്, 2 വർഷത്തിൻ്റെ സ്റ്റേ ബാക്ക്. UKയുടെ ഒരു ഗുണം യു നെയിം എ പ്രോഗ്രാം അവിടെ അവൈലബിൾ ആണ്. UKയിൽ റസൽ ഗ്രൂപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ്, ഇൻ കേസ് സംബഡി ഈസ് ഇൻട്രസ്റ്റഡ് ഫോർ റിസർച്ച് ഓറിയന്റഡ് പ്രോഗ്രാംസ് അവിടെ UK-യിൽ അവൈലബിൾ ആണ്. ദെൻ ഓസ്ട്രേലിയ, നമ്മൾ കാറ് വാങ്ങുമ്പോൾ ബെൻസ് കാർ എന്ന് പറയുന്നത് പോലെ ദി അൾട്ടിമേറ്റ് സെറ്റിൽമെന്റ്. ഇഫ് യു ആർ റെഡി ടു ഇൻവെസ്റ്റ് 2 years, ഓസ്ട്രേലിയ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം അത്രയും നല്ല ഒരു രാജ്യം, പ്രീമിയം കൺട്രി, ഇക്കണോമിക് വൈസ് നോക്കുമ്പോൾ ദി ബെസ്റ്റ്. ഏതാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ IT ആയിക്കോട്ടെ, ഫാർമസി ആയിക്കോട്ടെ, കെമിക്കൽ ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിക്കോട്ടെ, ദർ ആർ ഓപ്ഷൻസ്. ദെൻ കാനഡ, ഞാൻ ഓൾറെഡി പറഞ്ഞു, കാനഡയിൽ ബയോടെക്നോളജി ആണ്, കെമിക്കൽ, പെട്രോളിയം, ഓയിൽ ആൻഡ് ഗ്യാസ്. കമ്പ്യൂട്ടറുകാരുടെ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു 3 ബോക്സ്. ഫസ്റ്റ് ആണ് നിങ്ങളുടെ കോർ ഓപ്ഷൻസ്. നിങ്ങൾക്കറിയുന്ന ബിഗ് ഡാറ്റ മാനേജ്മെന്റ്, ഡാറ്റ അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എനി പ്രോഗ്രാം. നിങ്ങളത് ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് 1 year ആണ് നിങ്ങൾ എയിം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയർലൻഡ് വിൽ ബി ദ ബെസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ബോക്സ് ആണ് നിങ്ങൾ, അത് ഏത് ബാച്ചുകാരാണെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സെക്കൻഡ് ബോക്സ് ആണ്. കണ്ടോ അവിടെ ബിസിനസ് അനലിറ്റിക്സ്, അതുപോലെ തന്നെ ഫോറൻസിക് വിത്ത് സൈബർ സെക്യൂരിറ്റി, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ പണ്ടത്തെ ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും ബ്രൗഷേഴ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ TV, ന്യൂസ് പേപ്പർ ആഡിൽ നിന്നൊക്കെ മാറി കറക്റ്റായിട്ട് അല്ലേ ക്രീം ക്രൗഡിന് മാക്സിമം കോസ്റ്റ് കുറച്ചുകൊണ്ട് ഓപ്റ്റിമൈസ് ചെയ്ത് എത്തിക്കുന്ന ഇൻഫോർമേഷൻസ്, അതിൽ നിന്നും മാക്സിമം പ്രോഫിറ്റ്. അതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്.